എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മത്തിക്കറിയാണ്. മത്തിക്കറി എല്ലാവർക്കും തന്നെ തയ്യാറാക്കാൻ അറിയാമല്ലോ, എന്നാൽ തന്നെയും ഒരു വേറിട്ട രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ കപ്പയ്ക്കും കൂട്ടാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ താല്പര്യം കപ്പ പുഴുക്കിനൂടെ കൂട്ടാനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തിയാണ് കേട്ടോ. ചെറിയ മത്തിയാണ്, വലിയ മത്തിയൊന്നുമില്ല, ഒരു ഇടത്തരം പരുവത്തിലുള്ള മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മീനിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഒരുപാട് ഉള്ളതുപോലെ തോന്നിക്കുന്നത്. അപ്പോൾ ഒരു തുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനെയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീൻ ആവശ്യമായിട്ടുള്ള പുളിയാണ്. ഒരു 3 കഷ്ണം പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് മത്തിയിലേക്ക് പുരട്ടി വെക്കാം. പുരട്ടി ഒരു 10 മിനിറ്റോളം കുറഞ്ഞത് വെക്കണം. അപ്പോഴത്തേക്ക് ആ ഉപ്പും പുളിയും എല്ലാം അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം ഇതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനത് വിട്ടുപോയതാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടി വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ എല്ലാം ചൂടായിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 10 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. അതേപോലെ ഒരു കറിയാട്ടോ. കാരണം അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഇങ്ങനെ കൂടി വരും. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ ചീനിയും ഒക്കെ പുഴുങ്ങുന്ന സമയത്ത് ഈ കറി പ്രത്യേകം വെക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇട്ട് കൊടുക്കാം. മത്തിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്ന അരപ്പെല്ലാം മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആ എണ്ണയ്ക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പം വെള്ളം അധികം ഇല്ല. ഇത് ചാറ് കുറുകിയ കറിയാണ്. നന്നായി അരപ്പ് പുരണ്ടിരിക്കുന്ന കറിയാണ്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട. ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെച്ചാൽ മതി. അപ്പം മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളമാണ് ഞാൻ അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം അരപ്പ് കുറിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം വെള്ളം കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ല ടേസ്റ്റും കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കിത് വറ്റിക്കാൻ വെക്കാം. അപ്പോൾ തവി കൊണ്ട് മെല്ലെ നമ്മുടെ മത്തിയൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ മത്തിയുടെ ചാറെല്ലാം വറ്റിയിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്